കോൺഫ്ലോർ നല്ലപോലെ കലക്കിയതിന് ശേഷം തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ കലക്കിയെടുക്കുക. സാധാരണ രീതിയിൽ പാല് കാച്ചുമ്പോഴത്തേക്ക് നമ്മൾ 2 അല്ലി വെളുത്തുള്ളി കീറി, ഞാൻ ഇപ്പോൾ 2 ചെറിയ അല്ലി വെളുത്തുള്ളി പൊളന്നതാണ്, അപ്പോൾ അത് പാലിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കഫക്കെട്ടുണ്ടാകാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കഫക്കെട്ടുണ്ടാകാതിരിക്കാൻ ആഴ്ചയിലൊരിക്കലെങ്കിലും ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് പാല് കാച്ചി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് പകരം ഗ്രാമ്പൂ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് ഞാൻ ഗ്രാമ്പൂ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. ഗ്രാമ്പൂ ഇട്ട് കാച്ചി കുട്ടികൾക്ക് പാല് കൊടുത്താൽ നല്ല ഗുണമാണ്. അതിൻ്റെ കൂടെ തന്നെ പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പാല് കുടിച്ചോളും. ഇതിൻ്റെ മണവും രുചിയും ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന പാലിലേക്ക് ഒരു സ്പൂണിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. ഇനി പാല് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് കോൺഫ്ലവർ ഒരു സ്പൂൺ എടുത്ത് കുറച്ച് പാൽ അങ്ങോട്ട് കപ്പിൽ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ കോൺഫ്ലവർ കലക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര പാൽ ഇഷ്ടമില്ലാത്ത കുട്ടികളും പാല് കുടിച്ചോളും. നല്ല ടേസ്റ്റുമാണ്. പ്രായമായവർക്കും ഇതുപോലെ കൊടുക്കുന്നത് നല്ലത് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും ബോൺവിറ്റയും പിന്നെ ബൂസ്റ്റും ഒന്നും വാങ്ങാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ പാലിൻ്റെ മണം മാറുന്നതിന് വേണ്ടി ഗ്രാമ്പും പിന്നെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഇതുപോലെ കോൺഫ്ലവറൊക്കെ ചേർത്ത് കാച്ചി കൊടുക്കാം. വലിയവർക്കും കുടിക്കാം. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.